രാത്രിയിൽ ബെല്ലടിച്ചത് ഭർത്താവാണെന്ന് കരുതിയാണ് മായ ഓടിപ്പോയി വാതിൽ തുറന്നത്. പക്ഷേ അമ്മായിച്ചൻ അവിടെ നിൽക്കുന്നു. കുടിച്ചിട്ടാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായി. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന മായയോട് അയാൾ വന്നതെന്തിനാണെന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് മായയുടെ മേലിൽ കിടക്കാം. മാഡം, എൻ്റെ പേര് മായ, യഥാർത്ഥ പേരല്ല കേട്ടോ. എനിക്കിപ്പോൾ 27 വയസ്സ് കഴിഞ്ഞു. വിവാഹിതയാണ്, കുട്ടികളില്ല. ഭർത്താവ് ഒരു ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത്. എനിക്ക് പകൽ ഒരു കമ്പ്യൂട്ടർ ഷോപ്പിൽ ജോലിയുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ മെഡിക്കൽ ഫീൽഡിൽ എന്തെങ്കിലും ജോലിക്ക് വിടണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഞാൻ ആ കോഴ്സുകളൊന്നും പഠിക്കാൻ പോയില്ല. ഈ ആലോചന വന്നു കഴിഞ്ഞപ്പോഴേക്കും ചെക്കൻ ഹോസ്പിറ്റലിലാണല്ലോ വർക്ക് ചെയ്യുന്നത് എന്നത് അവർക്ക് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെയാണ് എൻ്റെ വിവാഹം നടന്നത്. പക്ഷേ എനിക്ക് ഹോസ്പിറ്റൽ ജോലിയും ഈ ഹോസ്പിറ്റലിലെ മണവും ഒന്നും ഇഷ്ടമല്ല. ഹസ്ബൻഡ് വരുമ്പോൾ ഒരു വല്ലാത്ത മണമാണ്. ഞാൻ പറയും എല്ലാം വൃത്തിയാക്കിയിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതിയെന്ന്. എന്നെ അതിന് പുള്ളിക്കാരൻ വഴക്ക് പറയുകയും ചിലപ്പോൾ കളിയാക്കുകയും ചെയ്യും. എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത് പ്രശസ്തമായൊരു ഹോസ്പിറ്റലാണ്. ആദ്യമായി അദ്ദേഹം ജോലിക്ക് കയറിയതും ആ ഹോസ്പിറ്റലിൽ തന്നെയാണ്. വർഷങ്ങളായി അവിടെ നിന്നതുകൊണ്ട് ഇപ്പോൾ നല്ല സാലറിയൊക്കെ ഉണ്ട്. പക്ഷേ ഭയങ്കര ബിസിയാണ്. 2 ആഴ്ച കൂടി ഇരിക്കുമ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാകും, പിന്നെ എമർജൻസിക്ക് വിളിക്കും. ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. പൊതുവെ അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസമാണെങ്കിലും ഭർത്താവിൻ്റെ സൗന്ദര്യവും സ്നേഹവും ഒക്കെ കൊണ്ട് ഞാൻ വളരെയധികം അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പ്രൊഫഷനാണ് മെഡിക്കൽ ഫീൽഡിലേത്. പിന്നെന്തെങ്കിലും പറയാൻ പറ്റുമോ? പിന്നെ ഞാനും ഭർത്താവും കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വളരെ കുറച്ച് നാൾ മാത്രമേ താമസിച്ചുള്ളൂ. കാര്യം ജോലി ഇവിടെയാണല്ലോ. ഹസ്ബൻഡ് അച്ഛൻ കേന്ദ്ര സർവീസിലാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം റിട്ടയർ ആകാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ. ഞങ്ങൾ അവിടെ കുറച്ചുനാൾ നിന്നിട്ട് ഞങ്ങൾ സിറ്റിയിലെ ഫ്ലാറ്റിലേക്ക് മാറി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അമ്മയും അച്ഛനും വന്ന് ഒരു ദിവസമോ 2 ദിവസമോ ഇവിടെ താമസിക്കാറുണ്ട്. ഞങ്ങളും അങ്ങോട്ട് പോകാറുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്നതൊന്നും അച്ഛനും അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. അമ്മ തന്നെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ എല്ലാം ഏറ്റെടുക്കും. അമ്മായിമ്മയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എൻ്റെ അമ്മ ഇങ്ങോട്ടൊന്നും വരില്ല. കാരണം അച്ഛൻ മരിച്ചു പോയിട്ട് 7 വർഷമായി. അതിൽ പിന്നെ അമ്മ ദൂരയാത്രകളൊന്നും ചെയ്യാറില്ല. ഞങ്ങൾ ഇടയ്ക്ക് നാട്ടിൽ പോകുമ്പോൾ അമ്മയും കാണും. ഇങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം. കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളൊന്നുമില്ലാത്തതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് 2 പേർക്കും അവിടുന്ന് ഇവിടുന്നൊക്കെ ചോദ്യം വന്നു. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിനാണ് പ്രശ്നം. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാൻ ഭർത്താവിനോട് ചോദിച്ചു, മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് അറിയില്ലേ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ, ട്രീറ്റ്മെൻറ്റും മറ്റു കാര്യങ്ങളും? അപ്പോൾ പുള്ളി പറയുകയാണ്, ഇല്ല, ഞാൻ ട്രീറ്റ്മെൻറ്റൊന്നും പോകുന്നില്ല. ഇത് നല്ല ഫുഡും എക്സസൈസും ഒക്കെ ഉണ്ടെങ്കിൽ ശരിയായിക്കോളൂമെന്ന് സ്വയം ഒരു നിഗമനത്തിലെത്തി. സ്പെഷ്യലിസ്റ്റായിട്ടുള്ള ഡോക്ടർമാരെ കാണാൻ പുള്ളിക്ക് മടിയാണ്. ഞാൻ പിന്നെ നിർബന്ധിക്കാൻ പോയില്ല. പുള്ളിക്കാരൻ തന്നെ അമ്മയോടും അച്ഛനോടും ഒക്കെ പറഞ്ഞു, എനിക്കാണ് കുഴപ്പം, അത് പതുക്കെ ശരിയാകും, ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്, നല്ല ഡയറ്റ് എടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ തലവേദന ഒഴിഞ്ഞു കിട്ടി. ഒരു കണക്കിന് ഞാനെന്തിനാണ് ധൃതി പിടിക്കുന്നത്? ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. അതിനിടയ്ക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഒഴിവായി പോകുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ച് ഞാനും ഒന്നും പറയാൻ പോയില്ല. ഭർത്താവിൻ്റെ ഡ്യൂട്ടിക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാവരെയും മാനേജ് ചെയ്ത് എൻ്റെ ജോലിയും ചെയ്ത് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്കാണ് എൻ്റെ അമ്മായിച്ചൻ റിട്ടയർ ചെയ്തത്. അതിൻ്റെ പാർട്ടി ഒത്തിരി വലുതായിരുന്നു. ലക്ഷങ്ങൾ ചെലവഴിച്ചു. ആഡംബരത്തിൽ അച്ഛൻ ഒട്ടും പിന്നോക്കമല്ല. റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് 2 ആഴ്ച അച്ഛനും അമ്മയും ഇവിടെ വന്ന് നിന്നപ്പോഴാണ് അവരുടെ യഥാർത്ഥ സ്വഭാവങ്ങൾ എനിക്ക് മനസ്സിലായത്. കാര്യം അത്ര നാളൊന്നും ഒരിക്കലും ഞാൻ നിന്നിട്ടേ ഇല്ല. ചേട്ടനാണെങ്കിൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് ചാടുകയില്ലേ. വർക്കഹോളിക്കായ ഒരു ഭർത്താവ് ഉള്ളപ്പോൾ എങ്ങനെയാണ് മറ്റുള്ളവരുമായി അമിതമായ ബന്ധം സ്ഥാപിക്കാൻ പറ്റുക? അങ്ങനൊരു അവസ്ഥയിൽ അച്ഛൻ എന്നോട് പറഞ്ഞു, മോളെ, ഞാൻ ഓർക്കുന്നത് ഇവിടെ വന്ന് പണ്ടത്തെ പോലെ ഞാനൊന്ന് ഉഷാറാകാൻ ശ്രമിക്കുകയാണ്. എന്താ അച്ഛാ, എന്ത് ഉഷാറാകാനാണ്? മോളെ, ഇവിടുന്ന് 4 കിലോമീറ്റർ അപ്പുറത്ത് എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അവൻ താമസിക്കുന്ന ഫ്ലാറ്റാണ്. അവൻ്റെ തൊട്ടടുത്ത ഫ്ലാറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. നല്ല ചെറിയ റെൻറ്റിന് കിട്ടും. അവിടേക്ക് ഞാനും അമ്മയും കൂടെ താമസം മാറുകയാണ്. സിറ്റിയിൽ താമസിക്കാൻ ഞങ്ങൾക്കൊരു മോഹം. ഇവൾ ഇടയ്ക്കിടയ്ക്കൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവൾക്കും ഇപ്പോൾ ഇവിടെ ഇഷ്ടമായി എന്ന് പറഞ്ഞു. അത് നല്ല ഐഡിയ അച്ഛാ. പിന്നെ അത് മാത്രമല്ല, എനിക്ക് എൻ്റെ ആരോഗ്യത്തിലും ഫിറ്റ്നസ്സിലുമൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാമല്ലോ. അത് നല്ലതാച്ചാ എന്ന് ഞാനും പറഞ്ഞു. അമ്മയ്ക്ക് ഉത്സാഹമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഇങ്ങോട്ട് വരാമല്ലോ. 4 കിലോമീറ്റർ അല്ലേ ഉള്ളൂ. ഇഷ്ടം പോലെ പണവും ഉണ്ട്. അപ്പോൾ നമ്മളെന്ത് പറയാനാണ്? അങ്ങനെയാണ് അവർ അവിടെ താമസം ആരംഭിച്ചത്. അത് കഴിഞ്ഞ് 2-3 മാസം കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് ഇടയ്ക്ക് ഫോൺ വിളിച്ച് പറയാൻ തുടങ്ങി, ഇവിടെ വന്നതിൽ പിന്നെ അച്ഛൻ്റെ സ്വഭാവം ഒത്തിരി മാറി മോളെ. ദേ, കൂട്ടുകാരൻ്റെ കൂടെ കുടിയും കൂത്താട്ടവും ഒക്കെയാണ്. എന്തൊക്കെയോ പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞു പോകുന്നു.
ഇവിടെ വന്നാൽ പിന്നെ രാവിലെ ജിമ്മിന് പോകും, വൈകിട്ട് വേറെന്തോ ക്ലാസ് ഉണ്ട് മോളെ, സുംബയോ? അച്ഛൻ സുംബയ്ക്ക് പോകാൻ തുടങ്ങിയോ? ആ, അങ്ങനെ എന്തൊക്കെയോ ക്ലാസ് ഉണ്ട്, ശരീരം ഫിറ്റ്നസ്സായിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ചെറുപ്പക്കാരനാകാനുള്ള പുറപ്പാടാണ്. എനിക്ക് അങ്ങ് പേടിയാകുന്നു. ഇങ്ങേർക്കിനി വയസ്സാം കാലത്ത് വല്ല ബന്ധം ഉണ്ടാകുമോ മോളെ? സിറ്റിയിലൊക്കെ കൊച്ചു പെമ്പിള്ളേര് കിളവന്മാരെ വളയ്ക്കാൻ നടക്കുകയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പോമ്മേ, അച്ഛന് അങ്ങനെയുള്ള ആഗ്രഹമൊന്നും കാണില്ല, അതൊന്നും ആയിരിക്കില്ല. പുള്ളി ആരോഗ്യം നിലനിർത്താനും ഫിറ്റ്നസ് നിലനിർത്താനും വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പിന്നെ അതിന് കൂടുതൽ സൗകര്യം ഇവിടെയല്ലേ. പിന്നെ പുള്ളിക്കാരൻ്റെ ഫ്രണ്ടും ഒരു ഹൈ സൊസൈറ്റി ഫാമിലിയല്ലേ. നഗരത്തിൻ്റെതായ ജീവിതങ്ങളല്ലേ. അമ്മ എന്തിനാ ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കുന്നത്? എന്നാലും എൻ്റെ മോളെ, ഇങ്ങയുടെ പോക്ക് വഴിവിട്ടതാണോ എന്ന് എനിക്കൊരു സംശയം. നാട്ടിലേക്ക് തിരിച്ചു പോയി താമസിക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞു. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് അത് നിസ്സാരം. അച്ഛൻ എവിടെയെങ്കിലും പോട്ട്, അമ്മയ്ക്ക് എന്താ, ഈ പ്രായമായ സമയത്താണോ? അമ്മയ്ക്കും അങ്ങ് എൻജോയ് ചെയ്തുകൂടെ? അമ്മയുടെ കയ്യിൽ ഇഷ്ടംപോലെ പണമുണ്ട്, അമ്മയ്ക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോകണ്ടേ? നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ശ്രദ്ധയില്ലല്ലോ മനുഷ്യ എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, പിന്നെ ഇതൊക്കെ ശ്രദ്ധിക്കാനാ എനിക്ക് നേരം? ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? പിന്നെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ടേക്കും പോരെ, ഇവിടെ ഇരിക്കുക, അച്ഛൻ വരുമ്പോൾ വിളിച്ചോളും. എവിടെയെങ്കിലും പാർട്ടിക്കോ മറ്റോ പോവാണെങ്കിൽ അമ്മ തനിയിരിക്കണ്ട, എൻ്റെ കൂടെ വന്ന് നിന്നാൽ മതി, ഞാൻ 5 മണി കഴിയുമ്പോഴേക്ക് വരുമല്ലോ എന്ന്. അങ്ങനെ അമ്മായിമ്മ മിക്കവാറും ഇങ്ങി വരും. ഞങ്ങൾ രണ്ടുപേരും കൂടി വൈകുന്നേരം ആകുമ്പോൾ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കും, ഇല്ലെങ്കിൽ ഏതെങ്കിലും മാളിലോ മറ്റോ കറങ്ങി നടന്ന് പർച്ചേസൊക്കെ ചെയ്യും. അങ്ങനെ ഞങ്ങൾ 2 പെണ്ണുങ്ങൾ കൂടി ഞങ്ങളുടെ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങി. അച്ഛൻ ഇടയ്ക്ക് ടൂറ് പോകുന്നു ഫ്രണ്ടിൻ്റെ കൂടെ, മറ്റ് പല കാര്യങ്ങളുമുണ്ട്. ഇടയ്ക്ക് ഗോവയിലോ ഏതോ ഒരു ട്രിപ്പ് പോയി വന്നു, കുറേ ആണുങ്ങളെല്ലാം ചേർന്നിട്ട്. അത് അമ്മയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അമ്മ എന്തൊക്കെയോ പറഞ്ഞു. 2 പേരും കൂടെ വഴക്കായി. 2 പേരെ എന്നെ വിളിച്ചു. അമ്മ ഞാൻ സാന്ത്വനിപ്പിച്ചു. പിന്നെ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, അച്ഛനമ്മയെ ഗോവയിൽ കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നോ? നിങ്ങൾ 2 പേരും കൂടെ എല്ലായിടത്തും അങ്ങ് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ലോ. എന്തിനാണ് ഇങ്ങനെ സെപ്പറേറ്റായിട്ട് ബാച്ചിലർ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്? അതല്ലേ അമ്മയ്ക്ക് സംശയം? ഇത്രയും നാളും ഞാൻ ഉദ്യോഗത്തിൻ്റെ തിരക്കിലല്ലായിരുന്നോ? ഇനിയെങ്കിലും ജീവിതം ആസ്വദിക്കണ്ടേ? ആ, അമ്മയ്ക്ക് ജീവിതം ആസ്വദിക്കണ്ടേ? നിങ്ങൾക്ക് 2 കൂടെ അങ്ങ് ആസ്വദിച്ചാൽ എന്താ കുഴപ്പം? ഓ, അവളൊരു അരസകത്തിയാണ് മോളെ. അവളെ കൂടെ എൻ്റെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും. ഒരു പ്രശ്നവുമില്ല, അല്ലെങ്കിൽ അച്ഛാ എന്ന് വഴക്കുണ്ടാക്കും. അത് ശ്രദ്ധിച്ചോണം. പിന്നെ അച്ഛൻ്റെ മോൻ മണവും ഇല്ല ഗുണവും ഇല്ല, ഈ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കുകയില്ല. അമ്മ എന്നോടാണ് കംപ്ലൈൻറ്റ് പറഞ്ഞത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അച്ഛന് കുറച്ചൊക്കെ ഒന്ന് അടങ്ങി ഒതുങ്ങിക്കൂടെ? നഗരമാണെന്ന് വെച്ച് ഇങ്ങനെയൊക്കെ കാണിക്കണോ എന്നൊക്കെ ചോദിച്ച് ഞാൻ എന്തോ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, ശരി, ഞാൻ കുറച്ചൊക്കെ ഇനി ശ്രദ്ധിക്കാം മോളെ എന്ന് പറഞ്ഞങ്ങ് വെച്ചു. 2 പേരെയും മാനേജ് ചെയ്യാൻ വല്ലാത്ത തലവേദന തന്നെ. എൻ്റെ അമ്മയെ കൊണ്ടോ എൻ്റെ അച്ഛനെ കൊണ്ടോ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇങ്ങനെയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കേൾക്കില്ല. എന്ത് ലോകമാണിത് എന്ന് ഞാൻ വിചാരിച്ചു. ഇത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, എടി, ഞാൻ ഒരാഴ്ച എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ പോയി നിൽക്കുകയാണ്. എന്തിനാ അമ്മ അങ്ങനെ പോകുന്നത്? സാധാരണ അവരുടെ വീട്ടിൽ അങ്ങനെ പോകാറില്ലല്ലോ. എടി, എനിക്ക് നല്ല സംശയങ്ങളുണ്ട്. ഇങ്ങേർക്ക് എന്തൊക്കെയോ കുത്സിതങ്ങളുണ്ട്. പിന്നെ ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്. അതെന്താണമ്മേ? ആ, എടി, അങ്ങനെ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ ആരെയൊക്കെയാണ് ഇവിടെ കൊണ്ടുവരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് CCTV നോക്കുന്ന ചെക്കനോട് ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ എന്നോട് വിശദമായിട്ട് ഒരാഴ്ചത്തെ റിപ്പോർട്ട് പറഞ്ഞു തരും. ഇങ്ങേർക്ക് മറ്റെന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടെങ്കിൽ എത്ര ആളുകളുടെ വന്നു പോകുന്നു, ചെറുപ്പക്കാരികളുണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. പുറത്താകുമ്പോൾ ഇയാളുടെ പുറകെ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. ഇവിടെ ഇപ്പോൾ എൻ്റെ ചാരവൃത്തിക്ക് തന്നെ ഞാൻ ആ ചെക്കനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അമ്മേ, ഇതൊക്കെ വേണോ? റിസ്ക് അല്ലേ? ഒരു റിസ്ക്കുമില്ല. അവനോട് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എൻ്റെ മോനെ കൊണ്ട് ഗുണമില്ല, അവൻ എന്നെ സഹായിക്കാൻ നേറ്റിട്ടുണ്ട്. നീ നിൻ്റെ അമ്മായിച്ചോട് പറയില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാനൊന്നും പറയാൻ പോകുന്നില്ല. അമ്മ പോയിട്ട് വാ, അമ്മയുടെ പരീക്ഷണം എങ്ങനെയുണ്ടെന്ന് പോയിട്ട് വന്നിട്ട് എന്നോട് പറയണമെന്ന് പറഞ്ഞു. ഹസ്ബൻഡിനോട് ഞാനത് പറയാൻ പോയില്ല. ഹസ്ബൻഡ് ചുമ്മാ വേണമെങ്കിൽ ഈ രഹസ്യങ്ങളൊക്കെ പൊട്ടിക്കുന്ന ടൈപ്പാണ്. അവിടെയും ഇല്ല ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ് ചുമ്മാ പെൻഡിലും പോലെ നടക്കുന്ന മനുഷ്യനാണ്. ഒരു കഥയുമില്ല. അമ്മ പോയി കഴിഞ്ഞിട്ടുള്ള 2ാമത്തെ ദിവസമാണ്. അന്ന് ഹസ്ബൻഡിന് നൈറ്റ് ഡ്യൂട്ടിയാണ്. ഇനിയിപ്പോൾ ഒരാഴ്ച അടുപ്പിച്ച് നൈറ്റ് ഡ്യൂട്ടിയാണ്. ഒരു 10-11 ആയി കഴിഞ്ഞപ്പോഴേക്കും കോളിംഗ് ബെല്ല് കേട്ടു. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അച്ഛനാണ്. തുറന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അകത്തേക്ക് കയറി വന്നു. ഞാൻ ദേ ഒരു പാർട്ടി കഴിഞ്ഞ് വരികയാണെന്ന് എനിക്ക് മനസ്സിലായി. നന്നായി മദ്യപിച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ പോയി സോഫയിലിരുന്നു. എന്നോട് ഫാൻ ഇടാൻ പറഞ്ഞു. ഞാൻ ഫാൻ ഇട്ടു. സ്പീഡ് കൂട്ടിയിടാൻ പറഞ്ഞു. സ്പീഡ് കൂട്ടിയിട്ടു. ഉടനെ തന്നെ എൻ്റെ മുന്നേ വെച്ച് ഷർട്ട് ഊരി അവിടേക്കിട്ടു. നല്ല ഉഷ്ണം എന്നോട് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല.
പിന്നെ ബാക്കി ചോദിക്കണമെന്ന് എൻ്റെ നാവിൽ ഇങ്ങനെ പൊങ്ങി വന്നതാണ്. ഒന്നും ഞാൻ മിണ്ടാതെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും നീ ഇന്നെന്താ ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്നും ഉണ്ടാക്കിയില്ല. 2-3 ചപ്പാത്തിയും പിന്നെ കുറുമയുണ്ടായിരുന്നു, അത് ഞാൻ കഴിച്ചു. എനിക്ക് കഞ്ഞി വേണം. ശെടാ, കണ്ടിട്ട് ഏതോ പാർട്ടി കഴിഞ്ഞ് വരുവാണെന്ന് തോന്നല്ലോ. നന്നായിട്ട് മദ്യപിച്ചിട്ടുമുണ്ട്. അച്ഛൻ അവിടുന്ന് കഴിക്കാനൊന്നും കിട്ടിയില്ലേ? ഞങ്ങൾ ജസ്റ്റ് ബാറിലൊന്ന് പോയതാണ്. അവിടെ അണ്ടിപ്പരിപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതല്ലാതെ മെയിൻ ഡിഷൊന്നും ഞാൻ കഴിച്ചില്ല. അതെന്താ അച്ഛൻ കഴിക്കാതിരുന്നത്? ഞാൻ ഓർത്തു പുറത്തിറങ്ങുമ്പോൾ കഴിക്കാമെന്ന്. എന്നിട്ടെന്താ കഴിക്കാതിരുന്നത്? ആ, കുടിച്ചു കഴിഞ്ഞ് ഇത്തിരി ഫിറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഇങ്ങോട്ട് വരാമല്ലോ. ഇന്ന് അവൻ നൈറ്റ് ഡ്യൂട്ടിയല്ലേ. പിന്നെ നീ എന്തെങ്കിലും വെച്ച് കാണുമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് കഞ്ഞി വെച്ച് കുടിക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഇങ്ങോട്ട് വന്നത്. എൻ്റെ ഭാര്യ അവിടെ ഇല്ലല്ലോ. അവളുണ്ടെങ്കിൽ പറഞ്ഞാൽ ഉടനെ തന്നെ കഞ്ഞി, ചൂട് പയറ്, ചമ്മന്തി, പപ്പടം എല്ലാം മുന്നിലെത്തും. അതെപ്പോഴും ഓർക്കണം. ഭാര്യ എന്ന് പറയുന്ന ആളെ അവഗണിക്കാനുള്ളതല്ല. അമ്മയുടെ ഇഷ്ടത്തിന് നിൽക്കാതെ അച്ഛൻ ഇങ്ങനെ കറങ്ങി നടക്കരുത്. ഇപ്പോൾ ചെറുപ്പകാലമല്ല, നല്ല പ്രായമുണ്ടെന്ന് ആലോചിക്കണം. ആർക്കാടി പ്രായം? എനിക്കൊരു പ്രായവുമില്ല. നിന്റെ ഭർത്താവിനേക്കാൾ നല്ല ഫിറ്റല്ലേ ഞാൻ? അയ്യോ, അച്ഛൻ ഫിറ്റാണെന്ന് അച്ഛൻ സ്വയം സമ്മതിച്ചല്ലോ. നല്ല ഫിറ്റാണെന്ന് കണ്ടാലറിയാം. ആ ഫിറ്റല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ ബോഡി ഫിറ്റ്. നീ നോക്കിക്കേ, ഞാൻ ഷർട്ട് അഴിച്ചിട്ടിരിക്കല്ലേ. എൻ്റെ 6 പാക്ക് നീ കാണുന്നില്ലേ? ഞാൻ പറഞ്ഞ എല്ലാ പാക്കും ഞാൻ കാണുന്നുണ്ട്. എടി, നിന്റെ ഭർത്താവിന് 6 പാക്ക് ഉണ്ടോ? ഇതുവരെയും ഞാനൊന്നും കണ്ടിട്ടില്ല അച്ഛാ. ആഹാ, അപ്പം നിങ്ങൾ തമ്മിൽ ഒന്നുമില്ലേ എന്ന് ചോദിച്ചു. അതല്ലച്ചാ, എൻ്റെ ഭർത്താവ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ ഹെൽത്തി സ്റ്റൈലിൽ ജീവിക്കുന്നെന്ന് പറയുന്നു. പക്ഷേ ഇന്ന് വരെ 6 പാക്ക് ആയി വന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആകുമായിരിക്കാം, കുറേ നാളെടുക്കുമല്ലോ. ഓ, നിൻ്റെ ഭർത്താവ് ഒരു വർഷം പോയാലും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഞാൻ അങ്ങനെയല്ലടി, ചെറുപ്പം മുതലേ നല്ല ഫിറ്റ് ബോഡിയാണ്. പിന്നിടയ്ക്ക് ഈ ഉദ്യോഗം കിട്ടിയപ്പോഴാണ് എനിക്കൊരു പ്രശ്നം തട്ടിയത്. നിനക്കറിയാമോ, സൗന്ദര്യ മത്സരങ്ങളിൽ എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. എന്ത് സൗന്ദര്യ മത്സരം? മിസ് ഇന്ത്യ ആണോ? എടീ, നീ കയറി എന്നെ ചൊറിയരുത്. ജില്ലാതലത്തിൽ വരെ ഞാൻ ഒത്തിരി സർട്ടിഫിക്കറ്റുകളൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട്. അതെന്താ വെച്ചാൽ ജില്ലാതലം വരെ, പിന്നെ സംസ്ഥാനവും അന്തർ സംസ്ഥാനവും ഒന്നും പോകാൻ പറ്റിയില്ലേ? അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? എടീ, നീ എന്നെ നന്നായി കളിയാക്കണമെന്ന് എനിക്കറിയാം. നോക്ക്, എൻ്റെ മൊബൈൽ എടുത്ത് എന്ന് പറഞ്ഞ് മൊബൈൽ തുറന്ന് എന്നെ പഴയ പടങ്ങളൊക്കെ കാണിച്ചു. കൊള്ളാലോ അച്ഛൻ. എൻ്റെ ഭർത്താവിനേക്കാളൊക്കെ 10 മടങ്ങ് സുന്ദരനായിരുന്നു അന്ന് അച്ഛൻ. കൊള്ളാച്ചാ, അച്ഛൻ പണ്ടത്തൊരു നായകനെ പോലെ തന്നെയുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ നായകനല്ലേ? ഇപ്പോഴും നായകനൊക്കെ തന്നെ, അമ്മയുടെ നായകൻ. ആ യക്ഷി വന്ന പിന്നാണ് എൻ്റെ പരിപാടികളെല്ലാം ഞാൻ നിർത്തലാക്കി ജോലി, വീട് ഇങ്ങനെ പോകാൻ തുടങ്ങിയത്. അവൾക്കാണെങ്കിൽ അമിതമായ സ്നേഹമായിരുന്നില്ലേ. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാൽ അവൾ വിളിക്കും, ഇങ്ങോട്ട് തിരിഞ്ഞാൽ അങ്ങ് വിളിക്കും. സ്നേഹിച്ച് കൊല്ലുകയായിരുന്നില്ലേ? അത് നല്ലതല്ലേ അച്ഛാ? ആ സ്നേഹം അമ്മയ്ക്ക് ഇപ്പോഴുമുണ്ട്. 24 മണിക്കൂറും അച്ഛനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക അമ്മ. അവിടെ ഒരു വാച്ച് നീ ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. അവളെൻ്റെ കൺമുന്നിൽ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ വായിൽ നിന്ന് വരുന്നത് എന്താണെന്ന് എനിക്ക് പോലും അറിയില്ല. അച്ഛൻ എന്തിനാ വെറുതെ ഇങ്ങനെ ചൂടാകുകയും ഇറിറ്റബിൾ ആകുകയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഈ പ്രായത്തിലെങ്കിലും സമാധാനമായി പോയിക്കൂടെ? എന്താണ് നീ ഈ പ്രായം എന്ന് പറഞ്ഞത്? അത്ര വലിയ പ്രായമൊന്നും എനിക്കായിട്ടില്ല. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും കൂടി ഈ ഒരു സമയത്ത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. അത് നിൻ്റെ അമ്മായിയോട് ചോദിക്കണം. അവിടെ കയ്യിലാണ് തെറ്റ് മുഴുവനും. എങ്കിൽ ഓക്കെ, എനിക്ക് ആ കഥ കേൾക്കാൻ താല്പര്യമില്ല. ഞാൻ പോയി കഞ്ഞിയും പയറും ചമ്മന്തി പപ്പടം ഉണ്ടാക്കട്ടെ. നീ ഉണ്ടാക്ക്, ഞാനാണെങ്കിൽ ഒന്ന് കുളിക്കട്ടെ എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ പോയി പെട്ടെന്ന് റെഡിയാക്കാൻ ശ്രമിച്ചു. എല്ലാം മേശയിലെത്തി കഴിഞ്ഞപ്പോഴേക്കും അവിടെ പോയി അച്ഛനെ വിളിച്ചു. അച്ഛനാണെങ്കിൽ കട്ടിലിൽ ഇങ്ങനെ കിടക്കുകയാണ്, കയ്യിൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ ചോദിച്ചു, അച്ഛൻ ഷർട്ട് ഇടുന്നില്ലേ? അച്ഛൻ്റെ ഷർട്ടും ടീഷർട്ടും ഒക്കെ ഒരു 3-4 എണ്ണം അവിടുത്തെ കബോർഡിലുണ്ടല്ലോ, അതിനകത്തുണ്ട് എല്ലാ കാര്യങ്ങളും. ഞാൻ കണ്ടു. ഇനിയിപ്പോൾ ഉറങ്ങാൻ പോകലേ, ഞാൻ ഇടുന്നില്ലെന്ന് പറഞ്ഞു. എന്തെങ്കിലും കാണിക്കട്ടെ, എല്ലാം റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് കഞ്ഞിയും ചമ്മന്തിയൊക്കെ കുടിച്ചു. കൊള്ളാമല്ലോടി, നീ പണ്ടത്തേനേക്കാളൊക്കെ ഒത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഭാര്യയുടെ അതേ കൈപ്പുണ്യം നിനക്ക് വന്നതുപോലെ എനിക്ക് തോന്നുന്നു. അതെ, അമ്മയാണ് എന്നെ പാചകമൊക്കെ ഇപ്പോൾ പഠിപ്പിച്ചത്. അത് കൊള്ളാം. എൻ്റെ ഭാര്യയ്ക്കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഗുണമുണ്ടായി. അല്ല, നിൻ്റെ ഭർത്താവ് ഞാൻ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയല്ലേ? അല്ല, അച്ഛൻ എന്തിനാണ് എൻ്റെ ഭർത്താവ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത്? അച്ഛൻ്റെ മോനല്ലേ? അല്ല, നിൻ്റെ ഭർത്താവല്ലേ? നിനക്ക് വേറെ ഭർത്താക്കന്മാരുണ്ടോ? എന്തൊക്കെ അച്ഛയെ പറഞ്ഞ് കുടിച്ചെന്ന് പറഞ്ഞിട്ട് നാക്കുള്ളിൽ കിടക്കണം. നാക്ക് ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല മോളെ. അതൊക്കെ ഓരോന്ന് പറയാനുള്ളതല്ലേ? ഞാൻ വന്ന വിവരം നീ അവനോട് വിളിച്ചു പറഞ്ഞോ? വിളിച്ചു പറഞ്ഞില്ല. അല്ല, ഞാൻ വന്നത് പിന്നെ അവൻ വിളിക്കുന്നത് കണ്ടില്ലല്ലോ. ഞാൻ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പുള്ളി ബിസിയാണെന്ന് എനിക്കറിയാമല്ലോ. അതുകൊണ്ട് ഞാനങ്ങനെ വിളിക്കാറൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കും, അല്ലാതെ വിളിയും പറച്ചിലും ഒന്നുമില്ല. അതെന്താ? എൻ്റെ ഭാര്യ ഇപ്പോഴും എന്നെ 1 മണിക്കൂർ ഇടവിട്ട് വിളിക്കുമല്ലോ. അത് അമ്മയുടെ സ്വഭാവം. എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ അദ്ദേഹത്തെ
വിളിച്ച് ശല്യപ്പെടുത്തില്ല. പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വാട്സാപ്പിൽ വിളിക്കുകയും ചെയ്യും. അത് കൊള്ളാം മോളെ. ഭർത്താവിൻ്റെ സ്വഭാവവും സാഹചര്യങ്ങളും ഒക്കെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു നല്ല ഭാര്യയാണ് ഒരു ഭർത്താവിൻ്റെ ഭാഗ്യം. എനിക്ക് പക്ഷേ അതേപോലൊരു ഭാഗ്യം ഉണ്ടായില്ല. 24 മണിക്കൂർ എന്നെ വിളിക്കും. സത്യം പറഞ്ഞാൽ നിന്നെപ്പോലൊരു പെണ്ണിനെ അന്ന് എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റിയെങ്കിൽ എത്ര മനസ്സമാനത്തോടുകൂടി ഞാൻ ജീവിച്ചേനെ എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനാച്ചാ, വിധിച്ചതല്ലേ കിട്ടുകയുള്ളൂ ഓരോ മനുഷ്യർക്കും. നീ അങ്ങനെ പറഞ്ഞതിൽ എന്തോ ഒരു ദുരൂഹത ഒളിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. എന്ത് ദുരൂഹത? ഞാനങ്ങ് പറഞ്ഞതാണ്. എൻ്റെ വിധി എൻ്റെ വിധി, അച്ഛൻ്റെ വിധി അച്ഛൻ്റെ വിധി. അപ്പോൾ നിനക്കെന്തോ പ്രശ്നമുണ്ടല്ലോ മോളെ. സത്യം പറഞ്ഞാൽ നിനക്ക് കുട്ടികളുണ്ടാകാത്തതിൽ നല്ല ദുഃഖമുണ്ടോ? എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ദുഃഖവും ഇല്ല. നല്ല റിലാക്സായിട്ട് നടക്കല്ലോ. പിന്നെ ഭർത്താവ് തന്നെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അങ്ങേരുടെ കുഴപ്പം കൊണ്ടാണ് കുട്ടികളുണ്ടാകാത്തതെന്ന്. അപ്പോൾ പിന്നെ സ്ത്രീയായ എനിക്കെന്താ പ്രശ്നം? എടി മോളെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കുകയാണ്. നീ എന്നോട് തുറന്ന് പറയാമെങ്കിൽ പറ. എന്താ അച്ഛാ? അല്ല, ഇവനിങ്ങനെ മാസത്തിൽ 2-3 വട്ടം നൈറ്റ് ഡ്യൂട്ടി ഉണ്ടല്ലോ. അത് കഴിഞ്ഞ് വന്നാലും നിങ്ങൾ ഈ ഡേറ്റൊക്കെ നോക്കിയിട്ടൊക്കെ കറക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അച്ഛാ, അത് പിന്നെ കറക്റ്റാണെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഓർമ്മിപ്പിച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഞാൻ ആശിച്ച ജീവിതം എനിക്ക് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എല്ലാവരും അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ? അച്ഛൻ്റെ ജീവിതം അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ? അതെ മോളെ, ജീവിതം നല്ലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ്. പക്ഷെ അതിനിടയ്ക്ക് നല്ല കാര്യങ്ങളും നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകണ്ടേ? എൻ്റെ മകൻ പണ്ടേ ഒരു സ്ലോ ആണെന്ന് എനിക്കറിയാം. അതീവ ബുദ്ധിമാനാണ്, പഠിക്കാൻ നല്ല ബുദ്ധി, എന്നാൽ കാണാനോ സൂപ്പർ സുന്ദരനുമാണ്. പക്ഷേ ഒരു പെണ്ണുങ്ങളുമായിട്ടും അടുപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു റൊമാൻസ് ഇല്ലാത്ത ടൈപ്പാണ്. പക്ഷേ അവൻ്റെ അമ്മയോ ഞാനോ അങ്ങനെയല്ല. ഞങ്ങൾ വഴക്കിട്ടാലും ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക്കാണ്. അവൻ നിന്നോട് നല്ല റൊമാൻറ്റിക്കായിട്ട് പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുമില്ല. അതിന് നമ്മളെല്ലാവരും കൂടി ഒത്തിരി കാലമൊന്നും ഒന്നിച്ച് താമസിച്ചിട്ടില്ല അച്ഛാ. ഇപ്പോഴല്ലേ കൂടുതൽ ടൈം കിട്ടുന്നത്. എന്നാലും എൻ്റെ മോളെ, എൻ്റെ മോനല്ലേ, എനിക്ക് അതൊക്കെ ഒത്തിരി ഡൗട്ടുള്ള കാര്യമാണ്. എന്നിട്ട് അച്ഛൻ ഇപ്പോഴാണോ സംസാരിക്കുന്നത്? അല്ല, മരുമകളോട് എങ്ങനെയാണ് ഇതൊക്കെ ഡയറക്റ്റായിട്ട് ചോദിക്കുന്നത്? പച്ചയ്ക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇപ്പം ചോദിച്ചതോ? ഇപ്പം ഞാൻ പച്ചയല്ലല്ലോ. അങ്ങനെ. പക്ഷേ അവൻ്റെ അമ്മ മാത്രം പറയും അവൻ വലിയ ബുദ്ധിമാനാണ്, മിടുക്കനാണെന്ന്. പക്ഷേ അവൻ ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് പണ്ടേ അറിയാം. ഞാൻ അവനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയാൻ പറ്റില്ല. സ്നേഹമൊക്കെ ഉണ്ട് അച്ഛാ. പക്ഷേ ഈ പറഞ്ഞതുപോലെ അത് ഒരു പ്രണയാതുരമായ സ്നേഹമൊന്നുമല്ല. അന്നേരത്തെ സ്നേഹപ്രകടനങ്ങളിൽ ഇതൊക്കെ അങ്ങ് പോകുന്നു. എല്ലാം ജീവിതമല്ലേ, അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു. അമ്മാച്ചൻ അമർത്തിയൊന്ന് മൂളി. പിന്നെ ഞാനൊന്നും പറയാൻ പോയില്ല. എന്തായാലും കഴിക്കും വരെ ഞാൻ ഇവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് പാത്രം എടുത്ത് ഞാൻ കിച്ചണിൽ കൊണ്ടുപോയി എല്ലാം കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ അച്ഛൻ പുറകെ വന്ന് നിൽക്കുന്നത് ഞാൻ ഇങ്ങനെ കണ്ടു. എന്താ അച്ഛൻ ചോദിച്ചപ്പോൾ, അല്ല നീ രാത്രിയിൽ കുളിച്ച് എല്ലാം വൃത്തിയായിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ വന്ന് പിന്നെ നീ പാചകം ചെയ്തു. പിന്നെ ഇപ്പോൾ ആകെ മുഷിഞ്ഞിരിക്കുകയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല, അധികം തീയുടെ അടുത്തൊന്നും ഞാൻ നിന്നില്ലല്ലോ, ഇനിയിപ്പോൾ പ്രശ്നമില്ല. ഓക്കെ മോളെ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു അച്ഛൻ പോവുകയും ചെയ്തു. എനിക്കെന്തോ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു വ്യതിചലനം വന്നതുപോലെ തോന്നി. പിന്നെ ഞാൻ ഇത്തിരി വെള്ളം എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ അച്ഛൻ വെള്ളം രാത്രി ആവശ്യമാണെങ്കിൽ റൂമിൽ കൊണ്ടുവച്ചേക്കാം എന്ന് വിചാരിച്ച് ഞാൻ അച്ഛൻ്റെ റൂമിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോഴുണ്ട് വാതിൽ തുറന്നു കിടക്കുകയാണ്. അച്ഛൻ മുകളിലേക്ക് നോക്കി കിടക്കുന്നു. വെട്ടമെല്ലാം ഉണ്ട്. സ്പീഡിൽ കറങ്ങുന്ന ഫാനിൽ കൈലിയുടെ ഞൊറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാറിപ്പറക്കുന്നു. പാറിപ്പറക്കുമ്പോൾ മിന്നായം മിന്നിമായതുപോലെ എന്തൊക്കെയോ കാഴ്ചകൾ ഞാൻ കണ്ടതുപോലെ തോന്നി. ഞാൻ പെട്ടെന്ന് വെട്ടമില്ലാത്ത സ്ഥലത്ത് സ്റ്റക്കായി നിന്നു. അത് കഴിഞ്ഞ ശേഷം എനിക്ക് ഒരു ഉത്ബോധം വന്നു. എന്താണിത്? ഇത്തരം കാഴ്ചകളൊന്നും ഞാൻ കാണാൻ പാടില്ല, അത് ശരിയല്ല എന്ന് വിചാരിച്ച് അച്ഛനെ ഞാൻ വിളിച്ചു. എന്താ അച്ഛാ കഥ കടയ്ക്കാതിരുന്നത്? ദേ വെള്ളം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. രാത്രിയിൽ വെള്ളം കുടിക്കുന്ന ശീലമൊന്നും എനിക്കില്ലെന്ന് നിനക്കറിയില്ലേ? ഞാനത് ഓർത്തില്ല അച്ഛാ. എന്തായാലും അച്ഛന് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ദേ ഇവിടെ വെച്ചേക്കാന്ന് പറഞ്ഞ് ഞാനിവിടെ വെച്ചു. കഥ കടയ്ക്കുന്ന കാര്യം ഞാൻ ഓർത്തില്ല മോളെ. ഞാൻ വന്നങ്ങ് കിടന്നു. എന്തോ ഒരു ക്ഷീണമുണ്ട്. അത് പിന്നെ അടിച്ചു പൂസായാൽ ക്ഷീണം കാണാതിരിക്കുമോ? ഫാൻ സ്പീഡിൽ കറങ്ങുന്നത് കൊണ്ട് കൈലിക്ക് ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഞാൻ അറിയാതെ താഴേക്ക് നോക്കി. പെട്ടെന്ന് അമ്മായിച്ചനും അദ്ദേഹത്തിന് കാര്യം മനസ്സിലായതുപോലെ തോന്നി. കൈകൊണ്ട് എല്ലാം ഒന്ന് ശരിയാക്കി. ഓക്കെ അച്ഛാ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ഞാനൊന്ന് ഞെട്ടി തിരിഞ്ഞു നടന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു പോവാണോന്ന്. എന്ന് വെച്ചാൽ അല്ല മോളെ,
നീ ഇവിടെ വന്നിരുന്നേ, കുറച്ചു നേരം ആ കഥകൊന്ന് അടയ്ക്ക്, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അടയ്ക്കണ്ട, നിങ്ങൾ എന്താ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ അമ്മായിച്ചനല്ലേ എന്നൊക്കെ പറയണമെന്ന് എൻ്റെ ഉള്ളിലിരുന്ന് തോന്നി. പക്ഷെ പുറത്തുനിന്ന് അങ്ങനെ ഒന്നും വന്നില്ല. കഥകിന് കുറ്റിയിട്ടിട്ട് ഞാൻ വന്നിരുന്നു. എന്താ അച്ഛാ എന്ന് ചോദിച്ചു. അച്ഛൻ എൻ്റെ കരുതലം എടുത്തിട്ട്, മോളെ നിനക്ക് ശരിക്കും വിഷമമുണ്ടോ? നിൻ്റെ ദാമ്പത്യ ജീവിതം ഒരു പരാജയമാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല അച്ഛാ, പരാജയമൊന്നുമല്ല, അത്യാവശ്യം ഓക്കെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഓർക്കുകയായിരുന്നു, നീ ഒരു സുന്ദരിയാണ്. നിന്റെ ജീവിതം വേറൊരാളുടെ കൂടെ ആയിരുന്നെങ്കിൽ ഇതിന് മനോഹരമായിരുന്നേനേയും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ, വിധിയല്ലേ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പെട്ടെന്ന്, വിധിയൊന്നുമല്ല മോളെ എന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് ഒറ്റ വലി. വിധി നമുക്ക് മാറ്റാം എന്ന് പറഞ്ഞപ്പോൾ, അച്ഛാ മോള് ഒന്നും പറയണ്ട, ആഗ്രഹങ്ങളുടെ കടൽ നിന്റെ കണ്ണിൽ ഞാൻ കണ്ടെന്ന് പറഞ്ഞു. പോ അച്ഛാ, നീ ഒന്നും പറയണ്ട മോളെ, കുറച്ചു നേരം നിന്നെ ഞാൻ സംസാരിക്കാൻ സമ്മതിക്കില്ലെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ പോപ്പോയിൽ തുടങ്ങിയപ്പോൾ എനിക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. ഞാനും കമിഴ്ന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് അങ്ങ് വീഴുകയായിരുന്നു. എത്ര പെട്ടെന്നാണെന്നറിയാമോ ഞങ്ങൾ കടലും കരയും പോലെ പെട്ടെന്ന് തന്നെ ഒരു യോജിപ്പുണ്ടായത്. അച്ഛനെയും മകനെയും താരതമ്യപ്പെടുത്തി പലരും പലതും പറയാറുണ്ട്. പക്ഷേ ഇവിടെ താരതമ്യപ്പെടുത്താനേ പറ്റില്ല. അച്ഛൻ എന്താ ഹിമാലയം പോലെ മികച്ചു നിൽക്കുന്നു, മകനാണെങ്കിലോ താഴെ ഒരു താഴ്വാരം പോലെ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹിമാലയം കയറിക്കഴിഞ്ഞാൽ അറ്റത്തെത്തുമ്പോൾ കൊടി നാട്ടി എല്ലാവരും അലറി വിളിച്ച് ഒന്ന് കരയില്ലേ? അങ്ങനെ കരയാനുള്ള ഒരവസരവും എനിക്ക് കിട്ടി. ഒരവസരമെന്ന് പറയാൻ പറ്റില്ല, 3 അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ മാഡം ഇപ്പം എന്നെ ഓടിക്കും. അങ്ങനെ അന്ന് തന്നെ 3 അവസരങ്ങളിൽ കൂടി ഞാൻ കടന്നുപോയി. നൈറ്റ് ഡ്യൂട്ടിയുള്ള അടുത്ത ദിവസങ്ങളിലും ഇത് ആവർത്തിക്കപ്പെട്ടു. ചുരുക്കം പറഞ്ഞാൽ 10 ദിവസം പോയ അമ്മയ്ക്ക് 3 ദിവസം മാത്രമേ അച്ഛനെ രാത്രിയിൽ ഫ്ലാറ്റിൽ CCTVയിൽ കാണാൻ പറ്റിയുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവിടെയായിരുന്നു എന്ന് ഞാനങ്ങ് പറഞ്ഞു. അതോടുകൂടി അമ്മയ്ക്ക് സമാധാനമായി. ഒരു പ്രശ്നവുമില്ല. 3 രാത്രികളിൽ അച്ഛൻ്റെ ഒരു കുതന്ത്രവും കണ്ടുപിടിക്കപ്പെട്ടതുമില്ല. ചുരുക്കം പറഞ്ഞാൽ അച്ഛൻ രക്ഷപ്പെട്ടു. ഏതോ ഒരു അവസരത്തിൽ ഒരു മാമാങ്കം നടന്നു. ഇനി എന്ന് മാമാങ്കം എന്ന് ഞാൻ വിചാരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ വിശേഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. എനിക്ക് മനസ്സിലായി ഇതെങ്ങനെയാണെന്നുള്ളത്. ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അമ്മായിമ്മയും എൻ്റെ ഭർത്താവും എല്ലാം ഓടി വന്നു. ഭർത്താവ് പറഞ്ഞു, കണ്ടോ എൻ്റെ ഡയറ്റിൻ്റെയും എക്സസൈസിൻ്റെയും ഗുണമാണെന്ന്. എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ആ ദിവസം മുഴുവനും ശില പോലിരുന്ന് പോയി. ആ ഷോക്കൊന്ന് മാറിയപ്പോൾ അമ്മായിച്ചോട് ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ അമ്മായിച്ച പറയുകയാണ്, നീ വിഷമിക്കണ്ട, എല്ലാം ഒന്നാണെന്ന്. എന്തായാലും എനിക്കിപ്പോൾ ഇത് 7ാം മാസമാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് മാഡം. കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത്? എനിക്ക് കുറച്ച് കുറ്റബോധവും സ്ട്രെസ്സുമൊക്കെ കൂടി വരുന്നുണ്ട്. മനസ്സമാധാനം എനിക്ക് നഷ്ടമാകുമോയെന്ന് ഞാൻ ഭയക്കുന്നു. ഇതൊക്കെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ മാനേജ് ചെയ്യാൻ മാഡം പറയും. എനിക്കത് പറ്റുമോ എന്നറിയില്ല. മാഡം വായിക്കണം എൻ്റെ മെയിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കേണ്ട കാര്യങ്ങളാണെന്നൊക്കെ നമ്മൾ പറഞ്ഞ് അങ്ങ് നിസ്സാരവൽക്കരിക്കുകയല്ല ചെയ്യുന്നത്. കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? തലയ്ക്ക് മീതെ വെള്ളം വന്നു കഴിഞ്ഞാൽ അതിന് മീതെ കപ്പലോ ബോട്ടോ തോണിയോ എന്തെങ്കിലും ഇറക്കണം എന്നാണ് പണ്ടുള്ളവർ പറയുന്നത്. അതേപോലെ സാഹചര്യങ്ങളെ നേരിട്ട് മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ. തെറ്റിയത് കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും കുറ്റബോധം കാണും. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യമില്ലാത്തത് കൊണ്ടാണ് അത് മാനേജ് ചെയ്യണം തോന്നുന്നത്. അല്ലാതെ ഇതിപ്പോൾ ഒളിമ്പിക്സിൽ പോയിട്ട് ജയിച്ച് കിട്ടിയ കപ്പൊന്നും അല്ലല്ലോ. തെറ്റാണെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അത് വിദഗ്ധമായി മാനേജ് ചെയ്യേണ്ടി വരും. എല്ലാവരും അങ്ങനെയാണ്. എത്രയോ മനുഷ്യർക്ക് എന്തെല്ലാം രഹസ്യങ്ങളുണ്ട്. എല്ലാം നമ്മൾ മാനേജ് ചെയ്ത് പോകുന്നു, ജീവിക്കണ്ടേ? അപ്പം അതാണ് ജീവിതത്തിൻ്റെ ഒരു രഹസ്യമാണിതെല്ലാം. അതിപ്പോൾ ഇത്തിരി കുറ്റബോധം ഒരു കോണിൽ കിടന്നാലും നമ്മളതിനെ ചിരിച്ചുകൊണ്ട് നേരിട്ടേ മതിയാകൂ. തൽക്കാലം റിസ്ക് ഒന്നുമില്ലാത്തൊരു കാര്യത്തിൽ അമിതമായി ചിന്തിച്ച് മനസ്സ് വിഷമിച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാതിരുന്നാൽ മതി. എല്ലാം സ്മൂത്തായി പൊക്കോളും.